LDF-ൽ പുതിയ പോർമുഖം തുറന്ന് SFI വിവാദം. SFIക്കെതിരായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തെ CPIM നേതാക്കൾ ഇന്നലെ പരസ്യമായി തള്ളി. ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തോടുള്ള SFIയുടെ പ്രതികരണത്തിനെതിരെ AISF രംഗത്തെത്തി. പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം SFIയെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിന്നാലെ തുടരെ ചെറുതും വലുതുമായ വിവാദങ്ങൾ. സർവകലാശാല കലോത്സവം അലങ്കോലമാക്കിയതിന്റെ പഴിയും SFIയുടെ മേൽ പതിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഗുരുദേവ കോളേജിലെ സംഘർഷത്തിലും കാര്യവട്ടത്തെ വിദ്യാർത്ഥി സംഘർഷത്തിലും SFIക്ക് കൈപൊള്ളി. ഇത്തവണ അത് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള പോരിനപ്പുറം മുന്നണിയിൽ പുതിയ കലാപക്കൊടി ഉയർത്തി. SFIയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന CPIയുടെ വിലയിരുത്തലിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ തുറന്ന വിമർശനം. എന്നാൽ CPIയുടെ വിമർശനങ്ങളെ പാടെ എതിർത്ത് CPIMന്റെ മുതിർന്ന നേതാവ് AK ബാലൻ രംഗത്തെത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം മയപ്പെടുത്തിയായിരുന്നു. SFIയെ പിന്തുണച്ചെങ്കിലും CPIയെ പൂർണ്ണമായി തള്ളിയില്ല. പിന്നാലെ AISFും നിലപാട് കടുപ്പിച്ചു. ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ SFI വളർന്നിട്ടില്ലെന്നായിരുന്നു കടുത്ത ഭാഷയിലെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് CPIMനെതിരെ വിമർശനം തൊടുത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് CPIMന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ സംസ്ഥാന സെക്രട്ടറിയുടെ കടുത്ത വിമർശനം. ഈ രീതിയിൽ പോയാൽ സംഘടനയെ ശക്തമായി വിമർശിക്കണമെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. CPIക്ക് മേൽ AYFന്റെ ശക്തമായ സമ്മർദ്ദവുമുണ്ട്. 24 തിരുവനന്തപുരം.